വചനജായ 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 വചനജായ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും തിരുക്കുടുംബത്തിൻ്റെ തിരുനാളിൻ്റെ പ്രാർത്ഥനാ മംഗളങ്ങൾ നേരുകയാണ്. എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളും ഔസേപിതാവിൻ്റെയും മാതാവിൻ്റെയും ഉണ്ണീശോയുടെയും തിരുക്കുടുംബം പോലെ പരിശുദ്ധമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബത്തിൻ്റെ ഈ തിരുനാൾ ദിവസത്തിൽ തിരുക്കുടുംബം അഥവാ ഹോളി ഫാമിലി എങ്ങനെ പരിശുദ്ധമായൊരു കുടുംബമായി, ഹോളി ഫാമിലി എങ്ങനെ ഇത്രമാത്രം ഹോളിയായി എന്നതിനെക്കുറിച്ചുള്ളൊരു ചിന്തയാണ് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഉത്തരം, ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എങ്ങനെ ഹോളി ഫാമിലി ഇത്രമാത്രം ഹോളിയായി എന്നതിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ സിമ്പിളാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് അവർ കാതുകൊടുത്തതാണ് അവരുടെ കുടുംബം ഇത്രമാത്രം ഹോളിയാകാനുള്ള കാരണം. ഈ ഭൂമുഖത്തെ നവീകരിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലുള്ള സകലതിനെയും ശുദ്ധീകരിക്കുകയും പരിശുദ്ധമാക്കുകയും ചെയ്യുന്ന ദൈവ സാദൃശ്യത്തിലേക്ക് ഉയർത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ഹോളി ഫാമിലിയുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ഹോളി ഫാമിലി ഹോളിയായി മാറി. അവരുടെ പാട്ടിൻ്റെ പൂഞ്ചോല കേൾക്കാൻ ഞാൻ എൻ്റെ കാതുകൾ കാറ്റിന് കൊടുത്തു. പണ്ട് എവിടെയോ വായിച്ചൊരു കവിതാശകലമാണ്. അവരുടെ പാട്ടിൻ്റെ പൂഞ്ചോല കേൾക്കാൻ ഞാൻ എൻ്റെ കാതുകൾ കാറ്റിന് കൊടുത്തു. യഥാർത്ഥത്തിൽ ദൈവീകമായ സ്വർഗീയമായ സ്വരം കേൾക്കാൻ പരിശുദ്ധാത്മാവാകുന്ന കാറ്റിന് കാത് കൊടുത്തവരായിരുന്നു വിശുദ്ധ ഔസേപിതാവും പരിശുദ്ധ കന്യകാമാതാവും. അതുകൊണ്ടാണ് ആ കുടുംബം ഒരു പരിശുദ്ധമായ കുടുംബമായി, സ്വർഗീയമായ കുടുംബമായി, ദൈവേഷ്ടമനുസരിച്ച് ജീവിക്കുന്നൊരു കുടുംബമായി മാറിയത്. പരിശുദ്ധാത്മാവിനോടുള്ള അവരുടെ ബന്ധം, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് അവർ കൊടുത്ത പ്രാധാന്യം. ഞങ്ങളുടെ പഴയ പ്രൊവിൻഷ്യൽ അച്ഛനായിരുന്ന പെരിയ ബഹുമാനപ്പെട്ട ഡേഷ്യസ് കാഞ്ഞിരമുക്കിലച്ഛൻ, ഞങ്ങൾ വൈദിക വിദ്യാർത്ഥികളായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അച്ഛൻ ഇടയ്ക്കൊക്കെ ഞങ്ങളെ സന്ദർശിക്കാൻ വരുമായിരുന്നു. അച്ഛൻ എപ്പോഴെല്ലാം ഞങ്ങളെ സന്ദർശിച്ചിട്ടുണ്ടോ, വിദ്യാർത്ഥികളായ ഞങ്ങളോട് എല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം, പ്രത്യേകിച്ച് പ്രാർത്ഥനയെക്കുറിച്ചും ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ചും പറയുമ്പോൾ അച്ഛൻ പറഞ്ഞിരുന്ന ഒരു ഉപദേശം, പല ആവർത്തി ഞാൻ കേട്ടിട്ടുള്ളൊരു ഉപദേശം ഇതാണ്: ഗീവ് ഹീഡ് ടു ദ പ്രോംപ്റ്റിങ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ബി ഡൊസൈൽ ടു ദ പ്രോംപ്റ്റിങ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇങ്ങനെയാണ് അച്ഛൻ പറയുന്നത്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തിന് കാതു കൊടുക്കണം. ബി ഡൊസൈൽ. ഡൊസൈൽ എന്ന് പറഞ്ഞാൽ ഒരു ദാസനെ പോലെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തിന് കാതു കൊടുക്കണം. അങ്ങനെയാണ് പറയുന്നത്. ഒരടിമ എങ്ങനെയാണ് യജമാനൻ്റെ സ്വരം കേൾക്കാനായിട്ട്, എന്താണ് പറയുന്നത്, ആജ്ഞ കേൾക്കാനായിട്ട് കാത്തു നിൽക്കുന്നത്, അതുപോലെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തിന് വേണ്ടി കാത്തു നിൽക്കണം, അതിന് കാതു കൊടുക്കണം, അതനുസരിക്കണം എന്നാണ് അച്ഛൻ പലപ്പോഴും എപ്പോഴും തന്നെ ഉപദേശിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഔസേപിതാവിൻ്റെയും മാതാവിൻ്റെയും ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് തന്നെയാണ്. ആ അപ്പനും അമ്മയും എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തിന് കാതു കൊടുത്തവരാണ്. 16 വയസ്സുകാരിയായ ആ പെൺകുട്ടി അവളുടെ ജീവിതത്തിൽ മാലാഖ വന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് സ്വന്തം ജീവിതത്തെക്കുറിച്ചൊരു വെളിപ്പെടുത്തലുണ്ടായപ്പോൾ, അതുപോലെ തന്നെ അവളുടെ കാലഘട്ടത്തിലുള്ള ചുറ്റുപാടിനെ കുറിച്ചുള്ളൊരു വെളിപ്പെടുത്തൽ ഉണ്ടായപ്പോൾ, പ്രത്യേകിച്ച് എലിസബത്തിനെ കുറിച്ചൊക്കെയുള്ളൊരു വെളിപ്പെടുത്തൽ ഉണ്ടായപ്പോൾ, അതിന് പരിശുദ്ധാത്മാവിൻ്റെ ആ ദാസ്യത്വം സ്വീകരിച്ചുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് മാലാഖയുടെ മുന്നിൽ നിൽക്കുന്ന ആ പരിശുദ്ധ അമ്മയെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ധാർമ്മികമായ ഒരു ചോദ്യവുമായി, മോശയുടെ നിയമം അനുസരിക്കണോ അല്ലെങ്കിൽ പാവപ്പെട്ട ഈ പെൺകുട്ടിയോട് കാരുണ്യം കാണിക്കണമോ? ഈ രണ്ട് ചോദ്യങ്ങൾക്കിടയിൽ ധാർമ്മികമായൊരു അസന്നിഗ്ധാവസ്ഥയിൽ നിൽക്കുമ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് കാതു കൊടുക്കാനായിട്ട് ഔസേപിതാവിന് കഴിഞ്ഞു. ഉറക്കത്തിൽ പോലും ഉണർവ് സൂക്ഷിക്കുന്നു എന്നൊക്കെ പറയും വിധം പരിശുദ്ധാത്മാവിന് കാതു കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പോൾ ഈ രണ്ട് വ്യക്തികളും പരിശുദ്ധാത്മാവിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത്, അതാണ് യഥാർത്ഥത്തിൽ ഇവരെ
പരിശുദ്ധമായൊരു കുടുംബമാക്കി മാറ്റിയത്, തിരുക്കുടുംബമാക്കി മാറ്റിയത്. നമ്മൾ ഈ ഒരു കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവരുടെ കുടുംബം ആദ്യം അത്രയ്ക്ക് ലോകത്തിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ അതൊരു തിരു എന്ന് ചേർത്ത് വയ്ക്കാൻ പറ്റിയൊരു കുടുംബമായിരുന്നില്ല. നമുക്കറിയാം ഒരുപാട് പോരായ്മകൾ ലോകഭാഷയിൽ കണ്ടെത്താനായിട്ട് സാധിക്കുന്നൊരു കുടുംബമായിരുന്നു അത്. എന്നാൽ പിന്നീട് പരിശുദ്ധാത്മാവിനോടുള്ള നിരന്തരമായ ഡൊസിലിറ്റി കൊണ്ട്, ദാസ്യത്വം കൊണ്ട് തങ്ങളുടെ ജീവിതത്തെ സാവധാനത്തിൽ മാറ്റിമറിച്ച് ഏറ്റവും അവസാനത്തിൽ ലോകത്തിന് ഒരിക്കലും മാറ്റി നിർത്താനാവാത്ത, സകല ജനത്തിനും വേണ്ടിയുള്ളൊരു സദ്വാർത്തയായി മാറാൻ തക്ക വിധം ഉള്ള ഒരു ശക്തിപ്പെട്ടൊരു കുടുംബമായി അവർ മാറുന്ന കാഴ്ച ഇന്നും ലോകം ആദരിക്കുന്ന, നമ്മളെല്ലാവരും ആദരിക്കുന്ന ഒരു കുടുംബമായി മാറാനായിട്ട് അവർക്ക് സാധിച്ചു. അതിൻ്റെ കാരണവും ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രോംപ്റ്റിങ്സിന് കാതുകൊടുത്തു എന്നുള്ളതാണ്. അവരുടേത് ഒരു ഹോളി ഫാമിലി. ഇറ്റ് വാസ് നോട്ട് എ നാച്ചുറലി ഹോളി ഫാമിലി. ഇറ്റ് വാസ് എ ഫാമിലി വിച്ച് വാസ് മെയ്ഡ് ഹോളി. അതായത് അവരുടെ തന്നെ ജീവിതത്തിൻ്റെ നിരന്തരം പരിവർത്തനം ചെയ്യുന്ന അവരുടെ ജീവിത ശൈലി കൊണ്ട് രൂപീകരിക്കപ്പെട്ട അല്ലെങ്കിൽ മാറ്റം വരുത്തപ്പെട്ട ഒരു കുടുംബമായിരുന്നു, തിരുക്കുടുംബമായി രൂപീകരിക്കപ്പെട്ടൊരു കുടുംബമായിരുന്നു അവരുടേത്. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ എപ്പോഴും യുവതീ യുവാക്കന്മാർ പൂർണ്ണതയുള്ള വ്യക്തികൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അന്വേഷിച്ച് നടക്കുകയും ചെയ്യാറുണ്ട്, ഒരു വിവാഹത്തിന് വേണ്ടി അവർ തയ്യാറെടുക്കുമ്പോൾ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും പൂർണ്ണതയുള്ളൊരു വ്യക്തി ഇല്ല എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ പൂർണ്ണതയുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഹ്യൂമൻ ബീയിങ് ഇല്ല. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പാർട്ട്ണറിന് വേണ്ടി അന്വേഷിക്കുന്നത് വ്യർത്ഥത മാത്രമാണ്. അവർക്ക് എപ്പോഴും ഇംപെർഫെക്ഷൻസ് ഉള്ള വ്യക്തികളായിരിക്കും. അപ്പോൾ ആ ഇംപെർഫെക്ഷൻസിനെ അപ്പാടെ സ്വീകരിക്കുകയും അത് ദൈവീകമായ സ്വരമായി സ്വീകരിക്കുകയും ആ ദൈവീകതയെ കൂടെ ചേർത്തതിനെ സ്വീകരിച്ചുകൊണ്ട് അതിനെ മാറ്റിമറിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ്, അതായത് തുടക്കത്തിൽ അത് അത്രയ്ക്ക് ഹോളി അല്ലെങ്കിലും ദേ ക്യാൻ മേക്ക് ഇറ്റ് ഹോളി. അവരുടെ ആ പ്രവർത്തനങ്ങൾ കൊണ്ട്, പരിശുദ്ധാത്മാവിനോട് ചേർന്നുള്ള ജീവിത ശൈലി കൊണ്ട് ഈ വ്യക്തിയെ മാറ്റിമറിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരമ്മയെ പരിചയപ്പെട്ടു. 13-ാമത്തെ വയസ്സിൽ ഈ അമ്മ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു മുതിർന്ന ഒരു ഹൈന്ദവനായ ഒരു വ്യക്തി, ഏതാണ്ട് 25-27 വയസ്സ് പ്രായമുള്ള ഒരു ഹൈന്ദവ യുവാവിനോടൊപ്പം ഒളിച്ചോടി പോകേണ്ടി വന്ന ഒരമ്മ. ഈ അമ്മയുടെ ജീവിതം 73-ാം വയസ്സിൽ അവർ എന്നോട് വന്ന് പറയുകയാണ്. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. തുടക്കത്തിൽ അതത്രയ്ക്ക് നല്ലൊരു ജീവിതമായിരുന്നില്ല, ഒരു അത്രയ്ക്ക് പരിശുദ്ധിയുള്ളൊരു ജീവിതമായിരുന്നില്ല. പക്ഷേ കാര്യം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 8ാം ക്ലാസ്സുകാരിയായ ഈ അമ്മ തൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയൊരു വീഴ്ച സംഭവിച്ചുവെങ്കിലും പിന്നീട് അതിനെ തിരുത്താനായിട്ടുള്ള അവസരങ്ങൾ കണ്ടെത്തുകയും തിരുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അവൾ ചെയ്തതാണ്, അവൾ തൻ്റെ ഭർത്താവിനെ, ഹൈന്ദവനായ ആ ഭർത്താവിനെ അവൾ പിന്നീട് ക്രിസ്തീയതയിലേക്ക് കൊണ്ടുവരികയാണ്. അവൾ പറഞ്ഞ കാര്യം ഇതാണ്: എനിക്ക് ഈശോ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കാതെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് കുമ്പസാരിക്കാതെ ജീവിക്കാൻ പറ്റില്ല. നല്ല ഒരു ഭക്തമായ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന കൂടിയിരുന്ന ആ പെൺകുട്ടി, അവൾക്ക് ഒരു വീഴ്ച വന്നു എങ്കിൽ പോലും പിന്നീട് അതിനെ തിരുത്താൻ, അതിനെ തന്നെ, ആ വീഴ്ചയെ തന്നെ വലിയൊരു മഹത്വമാക്കി മാറ്റാനായിട്ട് അവൾക്ക് സാധിച്ചു. അമ്മ 73-ാം വയസ്സിൽ കഥ പറയുമ്പോൾ എന്നോട് പറഞ്ഞതാണ്, അച്ഛാ, എന്നേക്കാൾ വലിയൊരു വിശുദ്ധിയുള്ളൊരു വ്യക്തിയെ എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോകുമായിരുന്നു. നീണ്ട 10-30 വർഷം ഒരു ദിവസം പോലും മുടങ്ങാതെ പരിശുദ്ധ കുർബാനയർപ്പിച്ച് കടന്നുപോയൊരു മനുഷ്യനായി എൻ്റെ ഭർത്താവിനെ മാറ്റിയെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു എന്ന് അമ്മ പറയുകയായിരുന്നു. തീർച്ചയായിട്ടും നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഇതുപോലെ നമ്മൾ പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ, ആ ദൈവീകമായ അംശത്തിന് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ചുറ്റുപാടുകൾ അത് സ്വാഭാവികമായും അത്രയ്ക്ക് നല്ലതല്ലാത്തതാണെങ്കിലും കുരിശുകൾ എന്ന് വിളിക്കപ്പെടാവുന്നതാണെങ്കിലും അതിനെയൊക്കെ മാറ്റിമറിക്കാനും അതിനെയൊക്കെ വലിയ ഐശ്വര്യമാക്കി മാറ്റാനും
അതിനെയൊക്കെ വലിയ സന്തോഷമാക്കി മാറ്റാനും പരിശുദ്ധമാക്കി മാറ്റാനും ഒരു തിരുക്കുടുംബമാക്കി മാറ്റാനുമൊക്കെ നമുക്കും സാധിക്കും എന്ന് ആ അമ്മയുടെ ജീവിതം എന്നോട് പറയുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ പരിശുദ്ധമായ ഈ കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തിന് കാതു കൊടുക്കാം. പിന്നെ നമുക്കിപ്പോൾ ഉള്ള ഈ ഒരു അവസ്ഥ അത്രയ്ക്ക് ശുദ്ധമോ പരിശുദ്ധമോ ഒന്നും അല്ലെങ്കിലും അങ്ങനെയുള്ളൊരു സാധ്യത നമ്മളുടെ മുന്നിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനോട് ചേർന്നുകൊണ്ടുള്ള ജീവിതത്തിൽ തന്നെ അത് നമ്മളുടെ കുടുംബത്തിലേക്ക് വന്നു ചേരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ തിരുനാൾ ദിവസത്തിൽ നമുക്ക് ശ്രമിക്കാം. നമ്മളുടെ കുറവുകൾ പരിഹരിക്കാനും പരിശുദ്ധാത്മാവിന് കാതു കൊടുക്കുവാനും പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമ്മളുടെ വ്യക്തികളെ ശുദ്ധീകരിക്കാനും അങ്ങനെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കാനും അങ്ങനെ സഭയെ തന്നെ ശുദ്ധീകരിച്ച് എടുക്കാനുമുള്ള ഒരു വലിയ ആ ദൈവീക പദ്ധതിയുടെ ഭാഗമാകുവാൻ നമുക്ക് ഈ തിരുനാൾ ദിവസത്തിൽ തീരുമാനമെടുക്കാം. എല്ലാവർക്കും തിരുക്കുടുംബത്തിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ആമേൻ. വചനജായ 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 വചനജായ